നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് രൂക്ഷ വിമർശനം. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതിയെ അറിയിച്ചില്ല. 2020 ജനുവരിയിൽ തന്നെ ഹാഷ് വാല്യൂ മാറിയ വിവരം ഫോറൻസിക് ലാബിൽ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് തന്നെ ഹാഷ് വാല്യൂ മാറ്റത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് അറിവുണ്ടായിരുന്നു. എന്നാൽ 2022 മാത്രമാണ് താൻ ഇതറിഞ്ഞതെന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം കേസ് വീണ്ടും സജീവമാക്കാൻ പോലീസ് നടത്തിയ നാടകമായിരുന്നു ഇതെന്നും പരോക്ഷ വിമർശനം. രേഷ്മ ബാബു ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ ഏതൊക്കെ രീതിയിലുള്ള വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? രോഹിണി, നേരത്തെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ ശരിവെച്ചുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇഘട്ടത്തിൽ പുറത്തു വരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതിയെ അറിയിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 2020 ജനുവരിയിൽ തന്നെ ഹാഷ് വാല്യൂ മാറിയ വിവരം ഫോറൻസിക് ലാബിൽ തിരിച്ചറിയുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ ഫോറൻസിക് ലാബിലെ അധികൃതർ കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തി വിചാരണ കോടതിയെ അറിയിച്ചിട്ടില്ല. ഈ 2020 ജനുവരിയിൽ തന്നെ ഹാഷ് വാല്യൂ മാറിയ വിവരം അന്വേഷണ ഉദ്യോഗസ്ഥന് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അക്കാര്യം വിചാരണ കോടതിയെ അറിയിക്കുന്നതാകട്ടെ 2022 മാത്രമാണ്. ഇത് 2022 ആണ് താൻ ഇക്കാര്യം അറിയുന്നുള്ള വിവരം അത് വെറിച്ചു തീർക്കാനായിട്ടുള്ള ഒരു ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള വിമർശനം കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് 2021 സെപ്റ്റംബർ മാസമാണ്. അന്ന് ആ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം കേസ് സജീവമാക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഹാഷ് വാല്യൂ മാറിയ വിവരം അത് മറച്ചു വെച്ചത് എന്നുള്ള കണ്ടെത്തലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ഒരു പരോക്ഷ വിമർശനം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥ കോടതി നടത്തിയിരിക്കുകയാണ്. ഈ ഹാഷ് വാല്യൂ മാറിയതിലുണ്ടായ അല്ലെങ്കിൽ ഹാഷ് വാല്യൂയിലുണ്ടായ മാറ്റം അത് ഒരു തരത്തിലും ദൃശ്യങ്ങൾ കൃത്രിമം നടത്തുന്നതിന് സൂചനയല്ല. ദൃശ്യങ്ങൾ സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് തെളിവായി പരിഗണിച്ചുകൊണ്ട് ഈ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക്, അതായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസസിന് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കോടതി 20 വർഷം തടവിലേക്ക് കഠിന തടവും പിഴയിലേക്കും ശിക്ഷ വിധിച്ചിട്ടുള്ളത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു ഘട്ടത്തിലും ദിലീപുമായി പൾസസിനിക്ക് ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. കേവലം വാദങ്ങളും കഥകൾ മെനഞ്ഞുകൊണ്ട് കോടതിയിൽ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചില്ല. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചില്ല. ഈ 2021 ശേഷം, അതായത് 2021 ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു തുടരന്വേഷണം കോടതി ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത്. ആ തുടരന്വേഷണത്തിൽ ആ അനുബന്ധ കുറ്റപത്രത്തിൽ ദിലീപിന്റെ സുഹൃത്തായിട്ടുള്ള ശരത്തിനെ പ്രതിചേർക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ അന്വേഷണം ഏകദേശം മന്ദഗതിയിലായ, അല്ലെങ്കിൽ ആ ഒരു വിഷയം തന്നെ മന്ദഗതിയിലായ പോയ സമയത്ത് ബാലചന്ദ്രകുമാറിനെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ആ ഒരു വിഷയം കൂടുതൽ സജീവമാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നുള്ള തിരിച്ചറിവാണ് കോടതി നടത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോസിക്യൂഷന് ഒരു ഘട്ടത്തിലും തെളിവുകൾ ദിലീപിനെതിരെ ഹാജരാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സംശയാതീതമായിട്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നു എന്നാണ് ഈ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ നടി ആക്രമിച്ച കേസിൽ നേരത്തെ ബാലചന്ദ്രകുമാർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ തെളിവുകളും മൊഴികളും അതിലും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. പൾസസുനി നേരത്തെ ജയിലിൽ നിന്ന് ദിലീപിന് അയച്ചൊരു കത്തുണ്ട്. അതിൽ ഈ ബാക്കി തുക, കൊട്ടേഷന്റെ ബാക്കി തുക വേണമെന്നുള്ളതായിരുന്നു ആവശ്യം. ആ കത്തിന്മേലും അത് വ്യാജമാണെന്നുള്ള ഒരു സംശയം കൂടി കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. കാരണം ഈ കത്താണ് പിന്നീട് ദിലീപും പൾസസുനിയുമായിട്ടുള്ള ബന്ധമായിട്ട് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് കോടതിയിലടക്കം വെച്ചിരുന്നത്. പക്ഷേ അതും കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ നേരത്തെ ഒരു കത്ത് സാധാരണ രീതിയിൽ പൾസസുനി എഴുതിയതിൽ വളരെ വലിയ അക്ഷര പിശകുണ്ടായിരുന്നു, അക്ഷര തെറ്റുകളുണ്ടായിരുന്നു. പക്ഷേ ഈ ദിലീപിന് വേണ്ടിയിട്ട് ജയിലിൽ നിന്ന് പൾസസുനി എഴുതിയെന്ന് പറയുന്ന കത്തിൽ യാതൊരു അക്ഷരത്തെറ്റുമില്ല, മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പൾസസുനിയാണ് ഈ കത്ത് എഴുതിയെന്നുള്ള വിശ്വാസം കോടതിക്ക് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ബാലചന്ദ്രകുമാർ
ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നത് ഒരു സിനിമയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ദിലീപിന്റെ വീട്ടിലെത്തിയതെന്നുള്ളതാണ്. അവിടെ വെച്ചാണ് ഈ ദൃശ്യങ്ങൾ ദിലീപിന്റെ ബന്ധു അടക്കം കാണുന്ന ഒരു കാഴ്ച താൻ കണ്ടെന്നുള്ളതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി. പക്ഷെ അത് പിന്നീട് കോടതിയിലെത്തിയപ്പോൾ ഗൃഹപ്രവേശന ചടങ്ങിന് വേണ്ടിയിട്ടാണ് ദിലീപിന്റെ വീട്ടിലേക്ക് ബാലചന്ദ്രകുമാർ എത്തിയെന്നുള്ള മൊഴി മാറുന്നു. അതിലും ഒരു വിശ്വാസയോഗ്യത കോടതി കാണുന്നില്ല. അങ്ങനെ പഴുതുകൾ ഒരുപാടുണ്ടായിരുന്നു. ദിലീപിനെതിരായിട്ട് ഈ കുറ്റം ചാർത്താനായിട്ടുള്ള ഒരു ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇതടക്കമുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല. അതായത് വാദങ്ങൾ ഉന്നയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു, പക്ഷേ കൃത്യമായിട്ട് അനുബന്ധ തെളിവുകളോ രേഖകളോ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. ശരി, രേഷ്മ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.